സംസ്ഥാനത്ത് ആയുഷ് വകുപ്പ് നിലവിൽ വന്നു. ഹരിയാനയ്ക്കും രാജസ്ഥാനും പിന്നാലെയാണ് കേരളവും ആയുഷ് വകുപ്പ് രൂപീകരിച്ചത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതിയ വകുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയ്ക്കും രാജസ്ഥാനും പിന്നാലെയാണ് കേരളവും ആയുഷ് വകുപ്പ് രൂപീകരിച്ചത്. ഇതോടെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, പ്രകൃതി ചികിത്സ എന്നിവയ്ക്കായി പുതിയ വകുപ്പ് തന്നെ നിലവിൽ വന്നു. ഭാരതീയ ചികിത്സാ വിഭാഗങ്ങൾക്കായി പണം ഒരു തടസ്സമാകില്ലെന്ന് വകുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാരതീയ പശ്ചാത്തലത്തിന്റെ ഉള്ള ഈ ചികിത്സാ രീതികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ, ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പണം ഒരു തടസ്സമാവില്ല. ഗവൺമെന്റ് ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കും. ആയുഷിനായി പ്രത്യേക നയം രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ പ്രഖ്യാപിച്ചു. ആയുർവേദത്തിന്റെ, ഹോമിയോപ്പതിയുടെ, സിദ്ധയുടെ, യുനാനിയുടെ, പ്രകൃതി ചികിത്സയുടെ ഒക്കെ ആ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നതിലേക്ക് വേണ്ടി ഒരു ഹെൽത്ത് പോളിസിക്ക്, ആയുഷ് ഹെൽത്ത് പോളിസി അതിന് രൂപം കൊടുക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരും. സ്പീക്കർ എൻ ശക്തൻ, മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ കെ എം ബീനയാണ് ആയുഷ് വകുപ്പ് സെക്രട്ടറി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.